നമസ്കാരം. സർവ്വദേശീയ മഹിളാ ദിനത്തിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജാണ് നമ്മൾക്കുള്ളത്. സ്വാഗതം. ഇതൊരു വനിതാ ദിനമാണ്. ഒപ്പം മിനിസ്റ്റർ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ കേരളത്തിലെ വനിതകൾക്ക് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിൽ എത്ര കണ്ട് വിജയിച്ചു എന്നൊരു പരിശോധന നടത്തിയാൽ, ആത്മാർത്ഥമായി പറഞ്ഞാൽ? ഇടതുപക്ഷ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് തന്നെ പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിയാണ്, നവകേരള സൃഷ്ടി. അപ്പോൾ നവകേരള കർമ്മ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. 2016 ഈ സർക്കാർ ചുമതലയേറ്റപ്പോഴും അതിൻ്റെ തുടർച്ചയായിട്ട് 2021 രണ്ടാം സർക്കാർ വന്നപ്പോഴും. അപ്പോൾ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വിവിധ കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. നവകേരളം സ്ത്രീപക്ഷ കേരളമായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഒട്ടേറെ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ വകുപ്പുകളുടേതായിട്ടുള്ള പരിപാടികൾ, ഒരു ക്യാമ്പയിൻ അല്ല ഉദ്ദേശിച്ചത്. പക്ഷേ അതല്ലാതെ നമ്മൾ കാണുന്നത് പോലെ ഇപ്പോൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രവർത്തനത്തെ തുടർന്ന് കേരള സംസ്ഥാനത്ത് രൂപീകൃതമായതിനു ശേഷം ചുമതലയേറ്റ ആദ്യ സർക്കാരിൻ്റെ കാലഘട്ടം മുതൽ നമ്മൾ നടത്തി വരുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ, നിയമനിർമ്മാണങ്ങൾ, അതിലൂടെയൊക്കെ രൂപപ്പെട്ട സാമൂഹ്യ പുരോഗതിയുടെയും സാമൂഹ്യ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ കേരളത്തിൽ മറ്റിടങ്ങളെ അപേക്ഷിച്ച് സാമൂഹ്യ പുരോഗതിയിൽ അല്ലെങ്കിൽ അവർ മുന്നിലാണ് നിൽക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ തൊഴിലിടങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം, വിദ്യാഭ്യാസ രംഗത്തെ സ്ത്രീ പ്രാതിനിധ്യം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 80% പെൺകുട്ടികൾ പഠിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു കാലത്ത് ആൺകുട്ടികൾക്കായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ആൺകുട്ടികളുടെ ഹോസ്റ്റലായിരുന്നു. പക്ഷേ ഇന്ന് തിരിഞ്ഞു. ആൺകുട്ടികൾക്ക് വളരെ കുറച്ച് സ്ഥലം മതി, പെൺകുട്ടികൾ 70% പെൺകുട്ടികൾ. അതോടൊപ്പം പോലീസ് സേനയിലെ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിച്ചു. 1-2% വനിതാ പോലീസിലെ സ്ത്രീ സാന്നിധ്യം 15% ആദ്യഘട്ടത്തിൽ എന്നുള്ള ലക്ഷ്യം. എല്ലാ ജില്ലകളിലും വനിതാ പോലീസ് സ്റ്റേഷനുകളായി. അതുപോലെ സ്ത്രീകളെ സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും ശാക്തീകരിക്കുക. അപ്പോൾ നമ്മൾ സംരംഭക വർഷം പ്രഖ്യാപിച്ചു. സംരംഭകർ പുതുതായിട്ട് വരുന്നു. അതിൽ 35%-ലധികം സ്ത്രീകളാണ്. നേരിട്ട് വനിതാ വികസന കോർപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എസ്കലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി 2 വർഷമായിട്ട് സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ അതായത് അറ്റ് പ്രസൻറ്റ് നമ്മൾ നേരിട്ടും അല്ലാതെയും തൊഴിൽ കൊടുക്കുന്നവരുടെ എണ്ണം, അതായത് ലോണുകളിലൂടെയും മറ്റുമൊക്കെ, അത് ഏതാണ്ട് 2.5 ലക്ഷത്തിന് മുകളിലാണ്. പക്ഷേ നോക്കൂ, ഈ വനിതാ ദിനത്തിലും നമ്മുടെ നാട്ടിലെ ഏറ്റവും അടിസ്ഥാന ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരത്തിലാണ്. അപ്പോൾ അങ്ങനെ ആ വിഭാഗത്തെ, ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കിടയിലെ ഏറ്റവും അടിസ്ഥാന വർഗ്ഗ തൊഴിലാളികളെന്ന് വിളിക്കാൻ കഴിയുന്ന ആശാ വർക്കർമാർക്ക് ഈ വനിതാ ദിനത്തിലും സമരമിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ അത് അഡ്രസ്സ് ചെയ്യാത്തത്? നോക്കൂ, ആശാ പ്രവർത്തകരുടെ വിഷയത്തെ ഏറ്റവും അനുഭാവപൂർവ്വം അഡ്രസ്സ് ചെയ്യുന്ന സർക്കാരാണ് ഇന്ത്യയിൽ, കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ. നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്തത് പരിശോധിച്ച് നോക്കാം. അതായത് ആശാ പ്രവർത്തകർ, ആശാ സ്കീം കേന്ദ്രം കൊണ്ടുവരുന്നത് 2006-ലാണ്. 2005-2006 സാമ്പത്തിക വർഷമാണ്. കേരളത്തിൽ ഈ കേന്ദ്ര സ്കീം നടപ്പിലാക്കുന്നത് 2007-ലാണ്. അന്ന് ശ്രീമതി ടീച്ചറാണ് ആരോഗ്യ മന്ത്രി. അപ്പോൾ അന്ന് നടപ്പിലാക്കി തുടങ്ങി ഇങ്ങോട്ടുള്ളൊരു കാലഘട്ടം നമ്മൾ നോക്കിയാൽ ഇവർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഇൻസെൻറ്റീവ്സ് മാത്രമാണ്. അതിൽ വളരെ കൃത്യമായിട്ട് ഗൈഡ് ലൈനിൽ എഴുതിയിരുന്നു ഇവരെ എല്ലാ സംസ്ഥാനത്തിനും പല കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് ഗൈഡ് ലൈനൊക്കെ മാറ്റാം. പക്ഷെ ഒരു കാര്യം മാറ്റാൻ പറ്റില്ല, അതായത് വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് കേന്ദ്ര ഗൈഡ് ലൈൻ. വുമൺ തീർച്ചയായിട്ടും, പക്ഷെ വുമൺ എന്നുള്ളത് തന്നെയാണ് ഫോക്കസ്. ഇപ്പോൾ കേരളത്തിൽ ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താണ് സ്റ്റേറ്റ് ചെയ്തത്? ആദ്യമായിട്ടൊരു ഉത്സവത്തെ പ്രഖ്യാപിച്ചു ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, 2009 കാലഘട്ടത്തിൽ. പിന്നീട് ഇങ്ങോട്ട് 2010-11 300 രൂപ ഓണറേറിയം പ്രഖ്യാപിച്ചു ആ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ. 500 രൂപ അവസാനം, അതായത് 2011 ഫെബ്രുവരിയിലെ ബജറ്റിൽ 500 രൂപ പ്രഖ്യാപിച്ചു. പിന്നീട് അധികാരത്തിലെത്തുന്ന UDF സർക്കാർ ആ ഓണറേറിയം കൊടുക്കുന്നത് 2013 മാർച്ചിലാണ്. അതായത് 2011 മെയ്യിൽ അധികാരത്തിലെത്തിയ UDF സർക്കാർ 2013 മാർച്ചിലാണ് ആ ഓണറേറിയം. അന്ന് വലിയ സമരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്നു. 500 രൂപ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു, എൻ്റെ കണക്കുകൾ സഹിതം പറഞ്ഞു. ഓരോ വർഷവും ഒരു വർഷത്തെ ഓണറേറിയവും ഇൻസെൻറ്റീവും ഒക്കെ, അത് ഞാൻ അന്നത്തെ വാർത്താക്കുറിപ്പുകളൊക്കെ ഉദ്ധരിച്ചാണ് പറഞ്ഞത്. പിന്നീട് നമ്മുടെ ബജറ്റ് എക്സ്പെൻഡിച്ചർ കൂടി കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഓരോ വർഷവും കഴിഞ്ഞിട്ടാണ് മുൻ വർഷത്തെ ഓണറേറിയം നൽകിയിരുന്നത്, ഇൻസെൻറ്റീവ്സ് നൽകിയിരുന്നത്. അപ്പോൾ അത് 900 രൂപ വരെയായിട്ട് വർദ്ധിപ്പിച്ചു. അവർ പോകുന്ന സമയത്ത് 1000 രൂപ പ്രഖ്യാപിച്ചിട്ട് പോയി. അപ്പോൾ കഴിഞ്ഞ LDF സർക്കാർ 2016
1000 രൂപ കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു എന്താണ് രീതിയിലാണെങ്കിൽ 100 രൂപ വീതം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 1800 രൂപ അല്ലെങ്കിൽ 1900 രൂപ ഓണററി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഇടതുപക്ഷ സർക്കാർ ചെയ്തത്. അവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വ്യത്യസ്തമാകുന്നതും. ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ അത് മതിയോ എന്ന ചോദ്യം അവിടെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഈ സ്കീം തുടങ്ങിയ സമയത്ത് 2 മണിക്കൂർ നേരമുള്ള ഒരു വോളണ്ടിയർ പ്രവർത്തനം എന്നുള്ള നിലയിലായിരുന്നുവെങ്കിൽ പിന്നീട് ഇപ്പം നമ്മുടെ തന്നെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും അവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ജോലി ഭാരമുണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്താൽ ഈ പറയുന്ന ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ കേന്ദ്രം വിഭാവനം ചെയ്ത ആ പണം മതിയോ എന്ന അടിസ്ഥാന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് ആ ചോദ്യത്തെയാണല്ലോ നമ്മൾ അഡ്രസ്സ് ചെയ്തത്. അതായത് ഇപ്പോൾ ഈ അതിൽ തന്നെ ഓണറേറിയം 1000 രൂപയിൽ നിന്ന് 7000 രൂപയാക്കി ഈ കാലഘട്ടത്തിൽ സർക്കാർ ഉയർത്തി. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഇനി ഉയർത്തണം എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അതിൽ യാതൊരു തർക്കവുമില്ല. അതുകൂടാതെ ഇൻസെൻറ്റീവ്സ് പ്രഖ്യാപിച്ച സമയത്തെ ഇൻസെൻറ്റീവ്സ് ആണ്. അതായത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഈ ഒരു സ്കീം കേരളത്തിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ ചുമതല ഏറ്റെടുത്തപ്പോൾ ഞാൻ 2ാം തരംഗത്തിൻ്റെ തുടക്കത്തിലാണ് ചുമതലയേറ്റത്. ആദ്യത്തെ വേവ് പൂർണ്ണമായിട്ടും ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. 2ാം തരംഗം നമ്മൾ വാക്സിനേഷൻ കൊടുത്തു തുടങ്ങുന്നു. ഒരു സെപ്റ്റംബർ വരെ ഏതാണ്ട് നിർമ്മാണ മേഖലകളെല്ലാം സ്തംഭിച്ചിരുന്നു 2021. അപ്പോൾ ഈ ആശമാർക്ക് മറ്റ് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുൻപ് ആശമാരെ മറ്റ് തൊഴിലുകൾ ചെയ്യുന്നതിൽ നിന്ന് താൽക്കാലികമായിട്ട് ചെയ്യരുത് എന്നുള്ളൊരു സർക്കുലർ ഉണ്ടായിരുന്നു. 2021 നവംബർ മാസത്തിൽ മറ്റു ജോലികളും ഇനി ചെയ്യാം എന്നുള്ളത്. കാരണം തൊഴിലുറപ്പ് മേഖലയിലൊക്കെ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് എത്രയാണത് കണക്കെന്ന് അറിയില്ല. ഇന്നിപ്പോൾ 1230 പേരാണ് ഏകദേശ കണക്ക്. കാരണം അങ്ങനെ ഒരു ഡേറ്റ നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്നില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ആണ്. അതിൽ കൂടുതൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് പറഞ്ഞു എല്ലാ മേഖലയിലും തൊഴിലെടുക്കുന്നവരുടെ. അപ്പോൾ ഈ ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ഞാൻ ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ മന്ത്രി, പുതിയ മന്ത്രി ചുമതലയേറ്റപ്പോൾ, കഴിഞ്ഞ ആരോഗ്യമന്ത്രിയോട് ഇക്കാര്യം അഭ്യർത്ഥിച്ചിരുന്നു. പുതിയ മന്ത്രി ചുമതലയേറ്റെടുത്തപ്പോൾ ഞാൻ ഡൽഹി പോയി. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാമത്തേത് ആശയയുടെ വിഷയമായിരുന്നു. ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓഫീസേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഉയർത്തിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അല്ല ശരി, ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ ക്ലെയിം ഞങ്ങൾ 7000 രൂപ ഓണറേറിയം കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ. കേന്ദ്രം കൊടുക്കുന്നത് ഫിക്സഡ് ഇൻസെൻറ്റീവാണ്. അത് വർദ്ധിപ്പിക്കണമെന്ന് ന്യായമായും ആവശ്യപ്പെടാം, അതിൽ തെറ്റില്ല. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനം ഉയർന്ന ജീവിത ചെലവുള്ള സംസ്ഥാനം എന്ന് മാത്രമല്ല ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഫോക്കസ് ഉള്ള സംസ്ഥാനം. അപ്പോൾ ആ സംസ്ഥാനം ഇപ്പോൾ കൊടുക്കുന്ന 7000 കൊടുത്താൽ മതിയോ? സംസ്ഥാനത്തിന്റെ കോർട്ടിലുള്ള പന്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. 7000 മാത്രമല്ല സംസ്ഥാനം കൊടുക്കുന്നത്. അതായത് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രത്തോട് പറയുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ ഷെയർ കൂടിയുണ്ട്. അത് 60-40 അനുപാതം. 60% കേന്ദ്ര സർക്കാർ കൊടുക്കും, 40% സംസ്ഥാന സർക്കാർ കൊടുക്കും. അതായത് ഫിക്സഡ് ഇൻസെൻറ്റീവ് 3000 ആണ്. 2000, 1000, 3000 രൂപയാണ്. ആ ഫിക്സഡ് ഇൻസെൻറ്റീവിൽ തന്നെ 1800 രൂപ കേന്ദ്ര സർക്കാരും 1200 രൂപ സംസ്ഥാന സർക്കാരും. ഇപ്പം ജനുവരിയിലെ ഒരു ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ, ഞാൻ ഈ പറയുന്നത് ആശമാർക്ക് കൂട്ടിക്കൊടുക്കരുത് എന്നുള്ള നിലപാടല്ല സർക്കാരിന്. പക്ഷേ സംസ്ഥാനം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് വ്യാപകമായിട്ട് പ്രചരണം നടക്കുന്നുണ്ട്. 7000 രൂപ പോലും കിട്ടുന്നില്ല, 7000 രൂപയെ കൊടുക്കുന്നുള്ളൂ എന്ന മട്ടിലുള്ള വലിയ പ്രചരണങ്ങൾ നടന്നിരുന്നു ആദ്യഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതായത് ഫിക്സഡ് ഇൻസെൻറ്റീവിൽ 40% സംസ്ഥാന സർക്കാർ. പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ 89.9% ആശമാർക്ക് ഇപ്പോൾ ജനുവരിയിൽ നമ്മൾ കണക്ക് നോക്കിയാൽ 13,000 രൂപയ്ക്ക് 10,000-നും 13,000 ഇടയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് വേതനം ലഭിച്ചിട്ടുണ്ട്. 13,000 രൂപ ഒരു ആശ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുമ്പോൾ അതിൽ 9,400 രൂപയും സ്റ്റേറ്റ് കൊടുക്കുന്നതാണ്. അത് 7,000 പ്ലസ് ഇൻസെൻറ്റീവിൻ്റെ ഷെയറും കൂടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഈ ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ അടിസ്ഥാനപരമായി ഒരു ഇടതുപക്ഷ സർക്കാരിനുള്ള നിലയിൽ സർക്കാർ ഉയർത്തുന്ന വിഷയം ഇതാണ്. അതായത് ഇവർ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നില്ല. തീർച്ചയായിട്ടും. പക്ഷേ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നില്ല സാങ്കേതികമായി അല്ലെങ്കിൽ ഭരണപരമായി. ശരിയാണ്, അവരെ അതിൽ ഉൾപ്പെടുത്തണം എന്നാണ് നമ്മുടെ ആവശ്യം. അതേ സമയം തന്നെ ഇപ്പോൾ നോക്കൂ, CITU കേന്ദ്ര നിലയിൽ സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ CITU കഴിഞ്ഞ നവംബർ-ഡിസംബർ മാസങ്ങളിൽ ഉയർത്തിയത് 26,000 രൂപ പ്രതിമാസം ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ CITUവിൻ്റെ ദേശീയ നിലപാട് ഇതാണ്. ഇവർ ആവശ്യപ്പെടുന്നത് അതായത്
700 രൂപ മിനിമം കൂലി എന്നുള്ള നിലയിൽ കണക്കാക്കിയാൽ 21,000 രൂപ അവർക്ക് പ്രതിമാസം കിട്ടുന്ന വിധത്തിൽ അവരുടെ ഓണറേറിയം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ സെൻട്രൽ ഇൻസെന്റീവ് അവിടെ നിൽക്കട്ടെ, സംസ്ഥാന സർക്കാരിന് ഇക്കാര്യം കേരളത്തിലെ ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലയിൽ മിനിമം കൂലിക്ക് സമാനമായ തുക ഈ ആരോഗ്യ പ്രവർത്തകർക്ക് കിട്ടുന്നത് ഉറപ്പാക്കൽ ഒരു നയത്തിന്റെ പ്രശ്നമല്ലേ? ഇല്ല, CITU ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ അവർക്കത് സമരം നടത്താനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ടല്ലോ. എല്ലാവർക്കും സമരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. CITUവിന്റെ ആശ ഫെഡറേഷൻ വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങൾ നടന്നുണ്ട്. അതവരുടെ ഒരു ഓൾ ഇന്ത്യ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ 500 രൂപ കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട്, 1000 രൂപ കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ 5000 രൂപയാണ്. അത് ഉയർത്തി ഇല്ല, ഉയർത്തിയിട്ടില്ല. ഏപ്രിൽ 1 മുതൽ പുതിയ ഇല്ല, അത് ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായിരുന്നു മറ്റൊരു തെറ്റായ പ്രചരണം. അല്ല, ഇപ്പൊ നമ്മൾ അന്നത്തെ വാർത്തകളൊക്കെ പരിശോധിച്ചാൽ കേരളത്തിൽ നടന്നതുപോലെ തന്നെ ആശമാർ കർണാടകയിൽ സമരം നടത്തി, മുഖ്യമന്ത്രി പ്രതിനിധി അയച്ചു. അന്ന് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് അടുത്ത ഏപ്രിൽ 1-ാം തീയതി മുതൽ ആശമാരുടെ ആനുകൂല്യം 10,000 രൂപയായി ഉയർത്തുമെന്നാണ്. അവിടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപ. കേരളത്തിൽ അതിൽ കൂടുതലാണ്. അതായത് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പുകളോ അദ്ദേഹം പറഞ്ഞതായിട്ട് മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഓണറേറിയവും ഇൻസെന്റീവ്സും കൂടെ പരമാവധി 10,000 രൂപ തരും, അല്ലെങ്കിൽ 10,000 രൂപയിൽ കുറയാത്ത ഒരു തുക. 10,000 രൂപ ഓൾറെഡി കർണാടക ഗവൺമെന്റ് 5,000 രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട്, കൂടാതെ സെൻട്രൽ ഇൻസെന്റീവും. അപ്പോ ഓൾറെഡി തന്നെ അത് എനിക്ക് തോന്നുന്നു 10,000 അടുത്തുണ്ടാകാം. അതായത് എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ കർണാടകയുടെ മുഖ്യമന്ത്രി അവരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ആശമാർക്ക് 10,000 കിട്ടത്തക്ക രീതിയിലേക്ക് അത് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ അത് ആ നിലയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത്. കേരളത്തിൽ ഇപ്പോൾ അതിൽ കൂടുതൽ ലഭിക്കുന്നുണ്ട്, 14,000 രൂപ ലഭിക്കുന്ന ആശമാരുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ പറയട്ടെ, ഇത് പറയുമ്പോൾ ഇത് ഉയർത്തരുത് എന്നൊരു നിലപാടല്ല സർക്കാരിനുള്ളത്, അങ്ങനെ ഒരു നിലപാടല്ല ആരോഗ്യവകുപ്പിനുള്ളത്. ആശമാരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അവരോട് ഇനിയും എത്രയും ഉയർത്താൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ആ ഒരു പ്രോഗ്രഷൻ നോക്കണം. അതായത് 500 രൂപ LDF സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ചു. ആവട്ടെ, അതല്ല ഞാൻ പറയാൻ വന്നത്. അതായത് ആ പ്രോഗ്രഷൻ നമ്മൾ ആ ഗ്രാഫ് ഒന്ന് പരിശോധിച്ചാൽ അവിടെ നിന്ന് എവിടേക്കാണ് അപ്പൊ നമ്മളുടെ ബാക്കി ഇൻഫ്ലേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചാലും അതിൽ നിന്ന് 1,800 അല്ല ഉയർന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. അത് ഇടതുപക്ഷ സർക്കാരിന്റെ നയമാണ്, നിലപാടാണ്. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ വലിയ രീതിയിൽ ഈ ഒരു രീതിയിൽ പോവല്ല. ഒരു താഴെ ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ഒരു ഗ്രാഫിനോട് ചേർന്നുള്ള ഒരു ഗ്രാഫ് അല്ല പോകുന്നത്, പക്ഷെ അതിനേക്കാൾ ഉയർന്ന നിലയിൽ കേരളം നമ്മൾ ഇതിലൊക്കെ എക്സെപ്ഷൻ ആയി നിൽക്കുന്ന ഇടം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇത് മാത്രമല്ല മിനിസ്റ്റർ, ഇപ്പോൾ ഞാൻ ആ കർണാടകയിലെ ആശാ സമരത്തെ കുറിച്ച് ന്യൂസ് മിനിറ്റ് അന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത 11 ജനുവരി 2025 പറയുന്നത് ആശാ വർക്കേഴ്സ് അക്രോസ് കർണാടക ഹാവ് കോൾഡ് ഓഫ് ദെയർ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് ആഫ്റ്റർ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ അനൗൺസ്ഡ് എ ഫിക്സ്ഡ് മന്ത്ലി ഓണറേറിയം ഓഫ് 10,000 എഫക്റ്റീവ് ഫ്രം ഏപ്രിൽ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് 10,000 രൂപ ഫിക്സ്ഡ് മന്ത്ലി ഓണറേറിയം ഉണ്ടാകുമെന്നാണ് കർണാടക സർക്കാർ പ്രഖ്യാപിച്ചത്. അതല്ല, അല്ലാതെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഏപ്രിൽ വരെ കാത്തിരുന്നാൽ മതിയല്ലോ. തിരിച്ചും അതായത് ഇതേ സംഘടനയാണ് അവിടെ സമരം നടത്തിയത്, ഈ നിലയിലും തിരിച്ചും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആശമാർക്ക് 10,000 രൂപ കിട്ടുന്നു എന്നുള്ളത് അതിലൊരു ഒരു തർക്കത്തിന് ഞാനില്ല. കാരണം ആശമാർക്ക് കൊടുക്കേണ്ടെന്നൊരു നിലപാടുണ്ടെങ്കിലല്ലേ ഇതിൽ തർക്കത്തിൻ്റെ ഉള്ള ആവശ്യമുള്ളൂ. അപ്പോൾ ആശമാർക്ക് അങ്ങനെ ഉയർത്തരുതെന്നൊരു നിലപാട് സംസ്ഥാന സർക്കാരിനില്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? അത് ആശമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധമായിട്ടുള്ളൊരു നമ്മളിപ്പോൾ സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ശൈലി സർവേ നടക്കുന്നു. ശൈലി സർവേയുടെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു ക്യാമ്പയിൻ വരികയാണ് ചെയ്യുന്നത്, കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായിട്ട് ലെപ്രസിയുടെ എലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പയിൻ വരും. അപ്പോൾ സ്റ്റേറ്റ് ഓഫീസർ ഇവരോട് പറഞ്ഞു, ഇതിന് ചുമതലയുള്ള ഡോക്ടർ പറഞ്ഞു, ശൈലിയുടെ ഒപ്പം തന്നെ അത് ചെയ്യുന്നത് കൂടാതെ ഇത് ചെയ്യണം. വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആശമാർ എന്നെ കാണാൻ വന്നു. ഈ നേരത്തെ പറഞ്ഞ CITUവിൻ്റെ ആശാ ഫെഡറേഷൻ എന്ന സംഘടന 6-ാം തീയതി ഇവിടെ രാപ്പകൽ സമരം ചെയ്തു തിരുവനന്തപുരത്ത്. അതിനുശേഷം അവരെന്നെ കാണാൻ വന്നു, ഈ വിഷയം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ക്യാമ്പയിൻ, അപ്പോൾ അതിനവർക്കൊരു തുക കിട്ടും, 100 രൂപയോ മറ്റോ കിട്ടും. അത് ആശമാർക്ക് കിട്ടട്ടെ. അതുകൊണ്ട് അതിൽ ഇത് ചെയ്ത് 2 പ്രാവശ്യം ചെയ്ത് പിന്നെ പോയി സ്റ്റിക്കർ ഒട്ടിക്കണം എന്നൊക്കെ പറയുന്നത് നടക്കത്തില്ല. ഞാൻ ആശമാർക്ക് വേണ്ടി തന്നെ നിലപാടെടുത്തു, അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒറ്റ നിലയിലായി. OTP ഒരു വിഷയം ഉണ്ടായിരുന്നു, OTP മാറ്റിക്കൊടുക്കാൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അതിലുണ്ടായിരുന്നു. അതായത് ഈ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച വിഷയമാണ്. മാനദണ്ഡങ്ങളിൽ ഓണറേറിയം 7,000 രൂപ കൊടുക്കുന്നു. 2017 ഒരു ഉത്തരവുണ്ടായിരുന്നു. ഈ 7,000 രൂപ ഓണറേറിയം കൊടുക്കുന്നതിനും വിവിധ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ ഫിക്സഡ് ആണോ? ഇപ്പോൾ ഫിക്സ്ഡ് എന്ന് വെച്ചാൽ
ഈ വേരിയബിൾ അല്ലേ, അതായത് 5400 4500 ഓണററി അങ്ങനെ പാടില്ല. അങ്ങനെ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, നേരത്തെ ഉണ്ടായിരുന്നു. 2017 ഉത്തരവാണ്. ആശമാർ ഈ ആവശ്യം ഉന്നയിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവരോട് ഉപയോഗിച്ച വാക്യതാണ്, മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം ആശമാരോട് സ്വീകരിക്കണം. അവർക്കും അറിയാം ഞാൻ ഈ വാക്കാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഈ 10 മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ഇത് കൊടുക്കുള്ളൂ എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ മാനദണ്ഡങ്ങളിൽ ഇളവ് കൊടുക്കണം. ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചു. 7-ാം തീയതി തന്നെ അതിന്റെ പ്രൊസീഡിങ്സ് ഇറക്കി. അക്കാര്യത്തിൽ അതായത് ഇപ്പോ ആശമാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഓണറേറിയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 7000 എന്ന് പറയുന്ന ഓണറേറിയം പോലും ഫിക്സ്ഡ് അല്ല, അത് വേരിയബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അതിനുശേഷം ജനുവരിയിലൊക്കെ അവർക്ക് കിട്ടിയപ്പോൾ അതിനൊരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അത് ആശമാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഇപ്പോൾ നമുക്ക് കേരളം എന്ന് പറയുന്ന സൊസൈറ്റി, ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ചാലും UDF ഭരിച്ചാലും നമ്മൾ കുറേ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന പ്രിൻസിപ്പിൾ നിൽക്കുന്നതാണ്. എന്ന് മാത്രമല്ല ഇവിടെ കൂലി കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നത്. ഇവിടെ 700-800 രൂപ കൂലി കിട്ടുന്ന സാഹചര്യമുണ്ട്. അവരുടെ സംസ്ഥാനങ്ങളിൽ 200-300 രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ കേരളത്തിൽ നമ്മുടെ ജോലിയുടെ വേതനം എന്നതിനെ നമ്മൾ ആ ഒരു സങ്കല്പത്തിൽ കാണുമ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും എടുക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് പോലും നമ്മൾ ഈ ആശമാരുടെ കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് മുമ്പിലാണ് എനിക്കുള്ളൊരു ഉത്തരമുള്ളത്. അതായത് ആശമാർക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അവർ പലരും ഇൻഷുറൻസിന്റെ പരീക്ഷയിൽ ഉൾപ്പെട്ടിരുന്നില്ല. 2-2.5 വർഷം മുൻപ് ഈ വിഷയം ഞാൻ ടേക്കപ്പ് ചെയ്തു. അതായത് ആശമാരെ ആരോഗ്യ പരിരക്ഷയിൽ കൊണ്ടുവരണം. എന്താണ് മാർഗം? സംസ്ഥാന സർക്കാരിനുള്ളത് കാസ്പാണ്. ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞു ആശമാരെ അതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഏതാണ്ട് 26,125 ആശമാരാണ് ഉള്ളത്. ഇതിൽ 16,000 പേര് മറ്റും ഉൾപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു 10,000 പേരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കി കേന്ദ്രത്തിന് കത്തയച്ചു. ആ ലിസ്റ്റ് NHAക്ക് അയച്ചു കൊടുത്തു, നാഷണൽ ഹെൽത്ത് അതോറിറ്റിക്ക് അയച്ചു കൊടുത്തു. നമ്മുടെ സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റിക്ക് തത്തുല്യമായി ദേശീയ തലത്തിലുള്ളതാണ് നാഷണൽ ഹെൽത്ത് അതോറിറ്റി. നാഷണൽ ഹെൽത്ത് അതോറിറ്റിക്ക് അയച്ചു കൊടുത്തിട്ട് അതിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. പക്ഷെ നാളിതുവരെയായിട്ട് 1.5 വർഷമായി നാളിതുവരെയായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻഷുറൻസിന് മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ നോക്കൂ, പശ്ചിമ ബംഗാൾ സർക്കാർ അവിടെ ആശമാർക്കും അംഗൻവാടി തൊഴിലാളികൾക്കും പാചക തൊഴിലാളികൾക്കും വിരമിക്കുമ്പോൾ ഒറ്റത്തവണയായി 5 ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് മമതാ സർക്കാർ നൽകുന്നത്. ഇവിടെ ഇപ്പോൾ ആശമാരുടെ വിഷയം എന്ന് പറയുന്നത് ഓണറേറിയം ഉയർത്തണമെന്ന് മാത്രമല്ല, അവർക്ക് വിരമിക്കൽ ആനുകൂല്യം വേണം, ഗ്രാറ്റുവിറ്റി വേണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃകയുണ്ട്. നമ്മളാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ പശ്ചിമ ബംഗാൾ 5 ലക്ഷം രൂപയാണ് റിട്ടയർമെന്റ് ആനുകൂല്യം കൊടുക്കുന്നത്. പശ്ചിമ ബംഗാൾ 2025 ഡിസംബറിലെ കൊടുക്കുള്ളൂ. ഇവിടെയാണ് തെറ്റായ പ്രചരണങ്ങളുടെ ഒരു നടക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് അവിടെയാണ്. ഇപ്പോൾ എന്താണ് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, പശ്ചിമ ബംഗാൾ സർക്കാർ അവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കുന്നു. പശ്ചിമ ബംഗാൾ സർക്കാർ അനൗൺസ് ചെയ്തിട്ടുള്ളത് 2025 ഒക്ടോബറിലെ അവർക്ക് 62 വയസ്സാകുന്നവരാവുകയുള്ളൂ. അപ്പോൾ 2025 ഒക്ടോബറിലെ ആവുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തു, ആന്ധ്ര സർക്കാർ 1.5 ലക്ഷം ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നു പ്രഖ്യാപിച്ചു. പക്ഷെ അതിന് ഒരു ക്ലോസ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയുന്നു. 30 വർഷം പൂർത്തിയാക്കുന്നവർ. ദേശീയ തലത്തിൽ ആശാ പദ്ധതി തുടങ്ങിയിട്ട്, ആശാ സ്കീം തുടങ്ങിയിട്ട് 2026 ആവുമ്പോൾ 20 വർഷം ആവുള്ളൂ. 2006 കേന്ദ്ര സർക്കാർ ആശാ സ്കീം തുടങ്ങി. സ്കീമിലുള്ളതും വിരമിക്കുന്നത് 30 വർഷം കംപ്ലീറ്റ് ചെയ്തായിക്കൂടുന്നില്ലല്ലോ. അല്ല, പക്ഷെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് 30 വർഷം പൂർത്തിയാക്കിയവർക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കുന്ന. അപ്പൊ അങ്ങനെ ചതിക്കുന്ന ഒരു സർക്കാർ അല്ല ഇടതുപക്ഷ സർക്കാർ. ഇടതുപക്ഷ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതാണ്. അവർ വിരമിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഉദാഹരണം പശ്ചിമ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിന്റെ ഉത്തരവ് എന്റെ കയ്യിലുണ്ട്. അവർ എല്ലാ ഈ ആശമാർക്ക് മാത്രമല്ല അംഗൻവാടി വർക്കേഴ്സ് ഉണ്ടാക്കും. ആ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒറ്റത്തവണ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നു. ഹരിയാന 2 ലക്ഷം രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം വേണം. അതായത് കേരളത്തിന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കണം കൊടുക്കാതിരിക്കണം, അല്ലെങ്കിൽ കൊടുക്കരുത് എന്നുള്ളൊരു നിലപാട് സംസ്ഥാന സർക്കാരിന് ഇല്ലല്ലോ. സംസ്ഥാന സർക്കാർ പറയുന്നത് ഇവർക്ക് ഇനിയും കൂട്ടിക്കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. ആ നിലപാട് തന്നെയാണ് എടുത്ത് മുന്നോട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലയിൽ അത് ഇപ്പോൾ പ്രഖ്യാപിച്ച് ഈ ആശമാരുടെ സമരത്തെ അതിൽ ആശാപ്രവർത്തകരെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ നേരത്തെ ചോദിച്ചല്ലോ, CIT ഉയർത്തുന്ന വിഷയം പോലെ തന്നെ ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഇവർക്ക് ഗ്രാറ്റുവിറ്റി ബാധകമാകണമെങ്കിലും ഇവർക്ക് തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ഇവർ ഉൾപ്പെടേണ്ടതായിട്ടുമുണ്ട്. ഇവർക്ക് വാസ്തവത്തിൽ ഒരു നിയമനമില്ല. ഇവര് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഓഫീസറും ചേർന്നിരുന്ന് ആണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവർ സ്ട്രക്ചേർഡ് ആയിട്ട് അവരുടെ ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, അവരുടെ വോളണ്ടിയർ സേവനം അടയാളപ്പെടുത്തുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്ക് ഭാഗികമായി ജോലി ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല 1230 പേർ
നമുക്ക് 799 പേർ നമ്മളുടെ ജനപ്രതിനിധി ജനപ്രതിനിധികളാണ്. അതിൽ 113 പേർ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരുമാണ്. അവരൊക്കെ മാറി നിൽക്കുകയാണ്. ഇനി അവർക്ക് ചോയ്സ് കൊടുത്തിരുന്നു, നിങ്ങൾക്ക് ഒന്നുകിൽ പ്രസിഡന്റ് സ്ഥാനോ വൈസ് പ്രസിഡന്റ് സ്ഥാനോ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാം. പക്ഷേ അപ്പോൾ അവർ ചിലർ ഓപ്റ്റ് ചെയ്തു, അത് ചൂസ് ചെയ്തു. എന്നാൽ ചിലർ അങ്ങനെ വേണ്ട, മെമ്പർമാരായിട്ട് തുടരാമെന്ന് പറഞ്ഞു അവർ ആശമാരായിട്ട് കൂടി പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ മറ്റ് ക്ലിനിക്കുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പല ദന്തൽ ക്ലിനിക്കുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇവരെ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞല്ലോ, ഒരു സർക്കാർ പറഞ്ഞു അടുത്ത 11 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവർ പറയുകയാണ്. അടുത്ത ഒരു റിട്ടയർ ചെയ്യുമ്പോൾ എന്ത് എന്നുള്ളത് അവരെ ഇപ്പോഴേ മതിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. ഇത് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഇടതുപക്ഷ സർക്കാരാണല്ലോ. മറ്റു പല സംസ്ഥാനങ്ങളും ഇതേ മാനദണ്ഡങ്ങൾ നിൽക്കെ ഇവർ വോളണ്ടിയേഴ്സായി തുടരെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് പ്രഖ്യാപിച്ചു. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച പശ്ചിമ ബംഗാളിന്റെയും ഹരിയാനയുടെയും ഏറ്റവും ഒടുവിൽ ആന്ധ്രാപ്രദേശിന്റെയും ഉദാഹരണം. എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ? അഭിലാഷേ, 30-40 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സ്കീം കേരളം പ്രഖ്യാപിച്ചാൽ മതിയോ? ആശമാരെ അങ്ങനെ പറ്റിച്ചാൽ മതിയോ? നമ്മൾ ഉറപ്പാക്കുന്നത് എന്തിനാണ്? കൊടുക്കണം, വിരമിക്കുന്ന സമയത്ത് അല്ല, കൊടുക്കണം എന്നാണല്ലോ. ആ നിലപാട് സംസ്ഥാന സർക്കാരിന് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താണ് ഇവിടുത്തെ വിഷയം? ഇവിടുത്തെ വിഷയം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് അടുത്ത് 30 വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഞങ്ങൾ 5-10 ലക്ഷം രൂപ തരും. 30 വർഷം എന്താണ് പൂർത്തിയാക്കുക? കേന്ദ്രം പ്രഖ്യാപിച്ചിട്ട് 2026-ൽ 20 വർഷമേ ആവുള്ളൂ. അടുത്ത 10 വർഷം കൂടെ ഈ പറയുന്ന സർക്കാർ എന്നാണ് ഇവിടെ ആശാ സ്കീം തുടങ്ങിയത്? 2006-ൽ തന്നെ തുടങ്ങിയെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അടുത്തൊരു 10 വർഷം കഴിഞ്ഞ് കൊടുക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ പ്രഖ്യാപിച്ച് പാവപ്പെട്ട ആശമാരുടെ കണ്ണിൽ പൊടിയിടേണ്ട ആവശ്യമില്ല. പ്രശ്നം ഒന്ന്, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആളുകളുടെ ആവശ്യം ഒന്ന്, ഓണറേറിയത്തിന്റെ വർധന, മിനിമം കൂലിക്ക് സമാനമായ വിധത്തിലുള്ള വർധനവ്, 2 വിരമിക്കൽ ആനുകൂല്യം, ഗ്രാറ്റുവിറ്റി അടക്കമുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് CITU വിവിധ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നത്. പീപ്പിൾസ് ഡെമോക്രസി ഇക്കാര്യത്തിൽ CITUവിന്റെ സമരത്തെക്കുറിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഭിലാഷ, ഈ വിഷയം ആശമാരുടെ സംഘടനകൾ എന്നോട് ഉന്നയിച്ചിട്ടുണ്ട്, സർക്കാരിന്റെ മുന്നിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, മിനിറ്റ്സ് ഉണ്ട്. ഇതിലൊന്നും നിങ്ങൾക്ക് തരില്ല എന്നൊരു നിലപാട് സംസ്ഥാന സർക്കാരിനില്ല. എന്താണ് നമ്മുടെ ഉറപ്പ് കൊടുത്ത് സമരം അവസാനിപ്പിക്കണ്ടേ? അപ്പോ അല്ല, അതിൽ ഈ ഇപ്പോ സമരം ചെയ്ത് ഇപ്പൊ അവിടെ സമരം ചെയ്യുന്നവർ 26,125 ആശമാരുണ്ട്. അതിൽ 25,600 പേരും ഫീൽഡിലുണ്ട്. പക്ഷേ ഈ അന്ന് എൻ്റെ അടുത്ത് വന്ന ഈ പറയുന്ന സംഘടനയുടെ SUCയുടെ സംഘടനയാണല്ലോ അവിടെ സമരം ചെയ്യുന്നത്. അതിൽ ശ്രീ സദാനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹം പ്രസിഡന്റും, ബിന്ദു എന്ന് പറയുന്ന ശ്രീമതി ബിന്ദു സെക്രട്ടറിയുമാണ്. ബാക്കി 2 ആശം, ഇവർ രണ്ടുപേരും 2 ആശമാരും കൂടിയാണ് എൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നത്. ഞാൻ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളും അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സംസ്ഥാന സർക്കാരിന് ഇതിലൊരു എതിർ നിലപാടില്ല, ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. നിങ്ങൾ ഗ്രാറ്റുവിറ്റി കൊടുക്കത്തില്ല എന്നൊരു വിഷയം ഉണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ഈ വിഷയങ്ങൾ നമ്മൾ പരിഗണിക്കാം എന്ന് പറയുകയും അതിൽ പരിഗണിക്കുമ്പോൾ ആശമാരെ എന്താണ് 10 വർഷം കഴിഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ പ്രഖ്യാപിച്ച് പോവല്ല കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ബോധ്യമാവുന്നതിൽ ഇപ്പോൾ 26,000 പേരല്ലേ ഉള്ളൂ, 26,000 ചില്ലറ. അത്ര വലിയ സാമ്പത്തിക ഭാരം സർക്കാരിന് വരുത്തുന്ന കാര്യവുമല്ല. എന്ന് മാത്രമല്ല, ഓണറേറിയം കുടിശ്ശിക ആയപ്പോഴാണ് ഈ സമരം തുടങ്ങിയത് പോലും എന്ന ഘട്ടം അവിടെ നിൽക്കുന്നത്. ശരിയാണ്, സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ട്. അപ്പോഴും അവരെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന, കോൺഫിഡൻസ് പകരുന്ന നടപടികൾ ഉണ്ടാവേണ്ടതല്ലേ സർക്കാരിൽ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ആ ആശമാര് എൻ്റെ അടുത്ത് വന്ന് ചർച്ച ചെയ്തപ്പോൾ വളരെ സൗഹൃദപരമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് ഇതല്ലാതെ, ഇത് അങ്ങനെയല്ല. കേരളത്തിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിയമസഭയിലും പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇതൊരു സോഷ്യൽ എംപവർമെന്റ് പ്രോഗ്രാം കൂടിയായിട്ട് സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പാർലമെന്ററി സമിതി പറഞ്ഞു 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ യോഗ്യതയുള്ളത് പോലെ 10ാം ക്ലാസ് വേണം. അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്തത്. നമ്മൾ അവരെ 10ാം ക്ലാസ് പഠിപ്പിച്ചോ, അതായത് സാക്ഷരതാ മിഷനിൽ ചേർത്തുകൊണ്ട് അത് സ്റ്റേറ്റ് മിഷനാണ് ചെയ്തത്. എന്നിട്ട് അടുത്ത് ഇനിയും പഠിക്കാൻ ആഗ്രഹമുള്ളവരെ ഹയർ സെക്കൻഡറിയിലേക്ക് അവർ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തവർ പഠിക്കുന്നുണ്ട്. 799 പഠിക്കുന്നുണ്ട്. ഇതൊരു കമ്പ്യൂട്ടർ സാക്ഷരത കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാനത്തെ മുഴുവൻ ആശമാർക്കും കമ്പ്യൂട്ടർ ലിറ്ററസി നൽകി. സ്റ്റേറ്റ് മിഷൻ ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു വാദമില്ല. സോഷ്യൽ എംപവർമെന്റ് പ്രോഗ്രാം കൂടിയാണ്. മിനിസ്റ്റർക്ക് വളരെ കൃത്യമായ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ, അതായത് ഞങ്ങളുടെ സർക്കാർ ഭരണം അവസാനിപ്പിക്കുമ്പോഴേക്ക് ആശമാരുടെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഓണറേറിയം ആവട്ടെ, വിരമിക്കൽ ആനുകൂല്യമാവട്ടെ, ഗ്രാറ്റുവിറ്റി ആവട്ടെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവും ജെനുവിനായ ഗ്യാരണ്ടീഡായ ഇൻകം അവർക്ക് കിട്ടുന്ന വിധത്തിലുള്ള നിലപാടെടുക്കുമെന്ന് പറയാൻ പറ്റും. ഇത്രയും നാൾ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ, ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിലെയും ആശമാരോടുള്ള സമീപനം നോക്കിയാൽ ഏത് സർക്കാരാണ് ബെറ്ററായിട്ട് ചെയ്യുക? അഭിലാഷേ, ഏത് സർക്കാർ? അതായത് 3 മാസം കുടിശ്ശിക കൊടുക്കാനുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. 1 വർഷം 20 മാസം കൊടുക്കാതെ 2013 മാർച്ച് നടത്തി. അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് 100 രൂപയ്ക്ക് മാർച്ച് നടത്തി. ഓരോ വർഷവും അടുത്ത പിറ്റേ വർഷമാണ് നമ്മളൊരു വിവരാവകാശം ചോദിച്ചാൽ നമുക്ക് എക്സ്പെൻഡിച്ചർ കാണാൻ കഴിയും, ഓണറേറിയത്തിന്റെ എക്സ്പെൻഡിച്ചർ കാണാനായിട്ട് കഴിയും. 2012-13 UDF സർക്കാരിന്റെ കാലത്തിൽ
0.11 ആണ്. എല്ലാം ശരിയാക്കാനാണ് LDF വന്നത്. അതെ, LDF എല്ലാം ശരിയാവുന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടാണ് 1800 എന്നുള്ള നിലയിൽ പോകാതെ അത് ഉയർത്തിയത്. ഇനി ഉയർത്തണം എന്നാണെന്നേ ഇവിടെ നമ്മൾ കാണേണ്ടത്. ഈ കാര്യങ്ങളെ മുഴുവൻ ഇങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്ന് മനോരമ പ്രവർത്തിക്കുന്നുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസ് പോലുള്ള ചില ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സഭ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ ദിവസങ്ങളിൽ സഭയില്ല എന്നുള്ളത് ഉള്ളൂ. നമ്മൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് സഹിതം സഭയ്ക്കുള്ളിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് സഭയിൽ പറഞ്ഞ ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗത്തിന് മറുപടിയായി പറഞ്ഞ ഒരു കാര്യം, സിക്കിം 10,000 രൂപ കൊടുക്കുന്നില്ല എന്ന് മിനിസ്റ്റർ പറഞ്ഞു. അവരുമായി നടത്തിയ കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു. പക്ഷെ നോക്കൂ, സിക്കിമിൽ 2022 മുതൽ കൊടുക്കുന്നതായ ഉത്തരവ് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഉത്തരവ് എൻ്റെ കയ്യിലും ഉണ്ട്. അല്ല, അത് അഭിലാഷ് ഒന്ന് നോക്കണം. അത് സിക്കിമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ഉത്തരവ് 2022 സിക്കിം സർക്കാരിൻ്റെതായിട്ടുണ്ടോ എന്നുള്ളത് സെർച്ച് നോക്കണം. ഈ നിയമസഭയിൽ ഞാൻ പറഞ്ഞ കാര്യം, ഒന്നാമത്തെ അതിലൊരു തെറ്റുണ്ട്. അതായത് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി പറഞ്ഞതിന് മറുപടിയായിട്ടല്ല ഞാൻ സിക്കിമിനെ കുറിച്ച് പറഞ്ഞത്. സിക്കിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും പേര് വായിക്കുമ്പോൾ അവിടെ സിക്കിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ പങ്കുവച്ചു. സംശയമുണ്ടെങ്കിൽ നിയമസഭാ ടിവിയുടെ വെബ്സൈറ്റിൽ ആദ്യം മിനിസ്റ്റർ അത് പറയുന്നത്, പക്ഷേ ഒരു പത്രം കൊടുത്തത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കാം. ഇത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ഒരു ഉത്തരത്തിൽ 10,000 എന്ന് 6,000 രൂപ എന്ന് എഴുതിയിട്ട് സ്റ്റേറ്റ് ഡിക്ലെയർസ് 10,000, അതായത് 10,000 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞത്. ഒരു ഉത്തരത്തിൽ 10,000 രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് സ്റ്റേറ്റ് മിഷനോട് ഞാൻ ഇത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞു. സ്റ്റേറ്റ് മിഷൻ വെരിഫൈ ചെയ്തിട്ട് അവരുടെ സ്റ്റേറ്റിനോട് ചോദിച്ചിട്ട്, അവിടുത്തെ കറസ്പോണ്ടിങ് ഓഫീസറോട് ചോദിച്ചിട്ട് അവരയച്ചു കൊടുത്ത ഉത്തരവാണ് എനിക്ക് നൽകിയത്. ആ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ, ഞാൻ നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യമാണല്ലോ, നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം പുറത്ത് പോയി ഒരു ചാനലിൽ നിന്നല്ല പറയേണ്ടത്. നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം ചോദ്യം ചെയ്യാൻ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗമുണ്ട്. ഞാൻ ആ മാർഗം തേടാൻ ആയിട്ട് ആവശ്യപ്പെടുകയാണ്. ആ മാർഗം തേടട്ടെ. നിയമസഭയുടെ മുന്നിലല്ലേ ഞാൻ ഉത്തരവാദിത്തോടെ പറഞ്ഞത്. അപ്പോ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാലോ, വെല്ലുവിളിക്കാണോ? തീർച്ചയായിട്ടും അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ ഞാൻ വെല്ലുവിളിക്കും. സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല, ഞാൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് 100% ഉറപ്പുള്ള കാര്യമാണ്. 100% ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞതിൽ വളരെ കൃത്യമായിട്ട് ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആ വാക്കുകൾ അതുപോലെ തന്നെയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ അയച്ചു തന്ന ഉത്തരവാണിത്, അവരെ വിശ്വസിക്കുകയേ മാർഗമുള്ളൂ. അതെ, അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ കേട്ടതാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം, നമ്മളിപ്പോ എന്റെ കയ്യിൽ ഉത്തരവുണ്ട്, ഗവൺമെന്റ് ഓഫ് സിക്കിം ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഒന്ന് നോക്കിക്കോ അഭിലാഷ്, നമ്പർ 21 HNFW നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവാണ്, ഒരു നോട്ടിഫിക്കേഷൻ, ഒരു വിജ്ഞാപനമാണ്. ഒരു വിജ്ഞാപനം ഇത്തരത്തിൽ, അതൊരു പഴകിയ കടലാസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 10/10/2022. ആരെങ്കിലും ഇതിപ്പോ ഒരു ഫോർജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ സിക്കിം ഗവൺമെന്റ് അല്ല, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവിടുത്തെ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ ഈ ഉത്തരവ് നമുക്ക് അയച്ചു തന്നെ? ആകെ 726 ആശാ വർക്കേഴ്സ് അവിടെ ഉള്ളൂ. 776 അത് മാത്രമല്ല, NHM അവർക്ക് കൊടുക്കുന്ന റേഷ്യോ എത്രയാണ്? 90-10 ആണ്. നമുക്ക് 60-40 ആണ്. അപ്പോൾ സിക്കിമിനും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനും ഈ കോൺഗ്രസ് 3000 മറ്റോ 4000 കൊടുക്കുന്ന ഹിമാചൽ പ്രദേശിലും 90-10 ആണ്, ഉത്തരാഖണ്ഡിലും 90-10 ആണ്. അപ്പോൾ ഈ മറ്റൊരു സ്റ്റേറ്റിൻ്റെത് എനിക്ക് വിഷയമല്ല, നമ്മളത് പറയാനായിട്ട് പാടില്ല എന്നാണ് എന്റെ പക്ഷം. നമ്മൾ കൊടുക്കുന്ന പറഞ്ഞ കാര്യം വളരെ കൃത്യമാണോ, വ്യക്തമാണ്, ഇപ്പോഴും ഉറച്ചു നിൽക്കാണ്. ഉറപ്പായിട്ടും അതിൽ ഉറച്ചു. സിക്കിം 6000 കൊടുക്കുന്നുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ സഭയിൽ ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത്. ആ ഡോക്യുമെന്റ്സ് ഏത് രീതിയിൽ കിട്ടിയതാണ് എന്നുള്ളതും ഞാൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിൽ ആ നിയമസഭാ പ്രസംഗത്തിന് ശേഷം പിന്നെ വെരിഫൈ ചെയ്തു, വീണ്ടും ഒന്നുകൂടി ഒരു ക്രോസ് ചെക്കിംഗ് നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അവർ ആ 6000 തന്നെ ഉറച്ചു നിൽക്കും. അതല്ല, ഞാൻ സ്റ്റേറ്റ് മിഷനോടാണല്ലോ ചെയ്യുന്നത്. ഞാൻ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്ററോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അവർക്ക് ആ ഉത്തരവേ ഇറങ്ങിയിട്ടുള്ളൂ, ആ ഉത്തരവ് മാത്രമേ അവർക്കുള്ളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് അപ്പം സ്റ്റേറ്റ് മിഷൻ ആണല്ലോ എനിക്ക് പറയുന്നത്. ഞാൻ സിക്കിം സർക്കാരിൽ ആരോഗ്യമന്ത്രി വിളിക്കുകയല്ല ചെയ്തത്. സ്റ്റേറ്റ് മിഷൻ അവരുടെ മിഷനുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ വിഷയം എന്താണ്? ഇതിനെ ബോധപൂർവമായിട്ട് വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ കേരളത്തിന് വിരുദ്ധമായിട്ട്, നമ്മുടെ സംസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് കാണേണ്ടത്. എനിക്ക് തോന്നുന്നു ആ ചോദ്യം വരുന്നത്, കേരളമാണ് ഏറ്റവും
ഗംഭീരമായി ഇതൊക്കെ ചെയ്യുന്നത്. കേരളമാണ് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ നമ്പർ 1 എന്ന് പറയുമ്പോഴാണല്ലോ അങ്ങനെയല്ല മറ്റ് സംസ്ഥാനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന വാദം മറുഭാഗത്ത് വരുന്നത്. ഇല്ല, അതിൽ ഒരു കാര്യമുണ്ട്. ആദ്യം എല്ലാവരും എന്താണ് ഈ നേരത്തെ പറഞ്ഞ പത്രം ഉൾപ്പെടെ പറഞ്ഞിരുന്നത് കുറേ സ്റ്റേറ്റ്സ് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നു, കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളത്. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് സ്റ്റേറ്റ് മിഷനിൽ നൽകിയ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അവരാണ് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ളത്. ആ ലിസ്റ്റ് നിലവിൽ ഈ പറഞ്ഞത് ശരിയാണ്, സിക്കിമിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അനൗൺസ് ചെയ്തതനുസരിച്ചാണെങ്കിൽ കർണാടകയും ആന്ധ്രയും അനൗൺസ് ചെയ്യുന്ന വെച്ചാൽ കൊടുക്കാന്ന് പറയില്ലേ. കർണാടക ഏപ്രിൽ അവരുടെ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു, നമുക്ക് നോക്കാമല്ലോ, അത് നോക്കാം നമുക്ക്. അത് ഏപ്രിൽ വരെ ഇപ്പൊ എന്തായാലും ഒരു 5,000 ആണല്ലോ കൊടുക്കുന്നത്. ആന്ധ്ര കൊടുക്കുന്നത് എല്ലാം കൂടെ 10,000. ആന്ധ്ര കൂടുതൽ കൊടുക്കുന്നില്ല. അതായത് ഓണറേറിയം പ്ലസ് ഇൻസെന്റീവ് പ്ലസ് എത്രയാണോ 10,000 ആകാനുള്ള തുക, അതാണ് ആന്ധ്ര കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അതിൽ കൂടുതൽ ആശുമാർക്ക് കിട്ടുന്നുണ്ട്. ഇനിയും കൂടുതൽ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രശ്നമേ ഉള്ള കാര്യമല്ല. ഇത് ആശുമാർക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്. ഗവൺമെന്റ് എപ്പോഴാണ് അത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ SUCIയുടെ സംഘടന സമരം നടത്തുന്നു. അപ്പോൾ അവർ സമരം നടത്തിയിട്ട് ഇത് പ്രഖ്യാപിച്ചാൽ കുറച്ചിലാണ്, CITU അല്ലേ സമരം നടത്തേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് CITU സമരം ചെയ്തിട്ടുണ്ട്, INTUC സമരം ചെയ്തിട്ടുണ്ട്, ഇതേ ആവശ്യങ്ങൾ CITU ഉന്നയിച്ചിട്ടുണ്ട്, INTUCക്ക് ആവശ്യങ്ങളുണ്ട്. പക്ഷേ അതിൽ നമുക്കൊരു ജനാധിപത്യ മാർഗമുണ്ടല്ലോ. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു നിലപാടെടുക്കുകയാണ്, അത് പറ്റില്ല, ഇത്ര പറ്റുള്ളൂ, നിങ്ങൾ 1,800 നിങ്ങൾ ഭരിച്ചപ്പോൾ 400 രൂപയിലേ കൂട്ടിയുള്ളൂ, അല്ലെ 600 രൂപയിലേ കൂട്ടിയുള്ളൂ, ഞങ്ങൾ ഇത്രയും കൂട്ടി, അതുകൊണ്ട് ഇനി പറ്റില്ല എന്നൊരു നിലപാടല്ല സർക്കാരിനുള്ളത്. അങ്ങനെ ഒരു നിലപാടില്ല. ജനാധിപത്യപരമായി നമുക്ക് കാണേണ്ടതായിട്ടുള്ളത് ഈ വിഷയത്തെ ഒരു സർക്കാർ എങ്ങനെ സമീപിക്കുന്നു. ഇനി നിങ്ങൾ എല്ലാവരും പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ കേന്ദ്ര സർക്കാർ ഈ വിമൻ വോളണ്ടിയർ എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ അത് മാറ്റണോ വേണ്ടയോ? തീർച്ചയായിട്ടും മാറ്റണം. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അത് ആവശ്യപ്പെടുന്നുണ്ട്. ആ വിമൻ വോളണ്ടിയർ എന്നുള്ളത് മാറ്റണം എന്നുള്ളത് പറയുന്നുണ്ട്. 2006 പ്രഖ്യാപിച്ച ഇൻസെന്റീവ്, അതായത് ഒരു പോളിയോ വാക്സിനേഷൻ 75 രൂപ, ഒരു സാധാരണ കുത്തിവയ്പ്പ് എടുക്കണം 20 രൂപ, ഇതൊക്കെ വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാടും സർക്കാരിനുണ്ട്. അതിൽ കേന്ദ്രം ചെയ്യേണ്ടതല്ല, അതിൽ 40% സ്റ്റേറ്റ് ആണ്. മനസ്സിലായി. 21,000 രൂപയ്ക്ക് കണക്കായി ഈ പറഞ്ഞ സെൻട്രൽ ഇൻസെന്റീവുകൾ, അതിപ്പോ ഫിക്സഡ് ഇൻസെന്റീവ് ആയാലും ഈ പറഞ്ഞ വേരിയബിൾ ഇൻസെന്റീവ് ആയാലും മാറ്റി 21,000 ആക്കിയാൽ അതിന്റെ 40% വഹിക്കാൻ സംസ്ഥാനം തയ്യാറാണോ? ഇല്ല, ഇത് എത്ര കേന്ദ്രം കൂട്ടിയാലും അതിന്റെ 40% സംസ്ഥാനം വഹിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി, ഞാൻ കത്തയച്ചതിന്റെ കോപ്പി ഞാൻ തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതായത് ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന്റെ എത്ര വർദ്ധിപ്പിച്ചാലും 40% തുക വഹിക്കാൻ സംസ്ഥാനം തയ്യാറാണ്. ഇതിലിപ്പോ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മിനിസ്റ്ററുടെ കൂടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന CITUവിന്റെ ദേശീയ നേതാവ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AR സിന്ധു, ഇപ്പോൾ ഈ മിനിയും അതുപോലെ തന്നെ ബിന്ദു ഒക്കെ നമ്മുടെ സെക്രട്ടറിയുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന അതേ കാര്യങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രസംഗിക്കുന്നത്. അപ്പോൾ CITUവിന്റെ നിലപാട്, ശ്രീമതി AR സിന്ധുവിന്റെ അടക്കം നിലപാട്, വിരമിക്കൽ ആനുകൂല്യം വേണം, ഗ്രാറ്റുവിറ്റി വേണം, ഒരു ആ നിലയ്ക്കുള്ള ഓണറേറിയം 21,000 വർദ്ധിപ്പിക്കണമെന്നൊക്കെയാണ്. അല്ല, CITU അതിൽ പറയുന്ന ഒരു കാര്യം കാണാതെ പോകരുത്. CITU പറയുന്ന വളരെ കാതലായിട്ടുള്ള വിഷയം എന്താണ്? വിമൻ വോളണ്ടിയർ എന്നുള്ള നിലയിൽ നിന്ന് ആശമാരെ മാറ്റണം എന്നുള്ളതാണ്. അത് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിൽ മാത്രമേ നിയമപരമായി ഗ്രാറ്റുവിറ്റിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉൾപ്പെടെ നടപ്പിലാക്കണമെങ്കിൽ ഇതുവരെ നിയമപരമായി തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ആശമാർ ഉൾപ്പെടേണ്ടതായിട്ടുണ്ട്. CITU ഉന്നയിക്കുന്ന വിഷയത്തിൽ ഈ നിലയിലുള്ളൊരു നിലപാട് കൂടി അവരതിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അതിലൊരു സ്റ്റേറ്റ് മാത്രമല്ല, അതിൽ കേന്ദ്രം കൂടി അതിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ സ്കീമായിട്ടുള്ളൊരു കാര്യത്തിൽ സ്റ്റേറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ചെയ്യും. അതാണല്ലോ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടുള്ളത്. ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ നമുക്ക് 2020 എവിടെയാണ് 90-10 മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുമ്പോൾ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും സിക്കിമിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നൽകുന്നത് 60-40 ആണ്. ഈ ആശാ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് 2023-24 കേന്ദ്ര സർക്കാർ NHMന്റെ ഭാഗമായി നമുക്ക് നൽകേണ്ടതായിട്ടുള്ള തുക നമുക്ക് നൽകിയിട്ടില്ല. ആശമാരുടെ മാത്രമല്ല, മറ്റ് NHMന്റെ കീഴിലുള്ള കേന്ദ്രം ക്ലെയിം ചെയ്യുന്നത് 4 ഇൻസ്റ്റാൾമെന്റായി NHMന് കൊടുക്കാനുള്ള തുക മുഴുവൻ കൊടുക്കുകയും അഡീഷണലായി ഒരു 210 കോടി രൂപ തന്നിട്ടുണ്ട് എന്നുമാണ്. ഇവിടെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പരിശോധിക്കണം. അതായത് നിയമസഭയ്ക്കുള്ളിൽ ഞാൻ സംസാരിക്കുമ്പോഴും ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24, ഈ നടപ്പ് സാമ്പത്തിക വർഷം 24-25 ആണല്ലോ, മാർച്ച് ആകുമ്പോഴാണ് നമ്മൾ അടുത്ത സാമ്പത്തിക വർഷം, അടുത്ത മാർച്ച് പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കും. അപ്പം കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ 2023-24 സാമ്പത്തിക വർഷം
കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനായിട്ടുള്ള ഈ ആശാ സ്കീം ഉൾപ്പെടെയുള്ളവയിൽ നമുക്ക് ആവശ്യമായ തുക നൽകിയിട്ടില്ല, അതിൽ 1 രൂപ പോലും നൽകിയിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അത് വളരെ വളരെ എന്താണ് ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ അഭിലാഷ് എത്രയോ നാളായിട്ട് മാധ്യമ പ്രവർത്തനത്തിലുള്ള ഒരാളാണ്. പക്ഷെ ഒരു വാർത്താക്കുറിപ്പ് വരികയാണ്. വാർത്താക്കുറിപ്പ് എന്ന് പറയുമ്പോൾ അത് ആരുടേതാണെന്നില്ല. സാധാരണ നിലയിൽ ഒരു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏതെങ്കിലും ഒരു മിനിസ്ട്രി, സെൻട്രൽ മിനിസ്ട്രിയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നാൽ നമുക്ക് അതിനകത്ത് എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത് അറിയാം. പക്ഷെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ട് അത് കേന്ദ്രം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയമാണ്, എല്ലാ രൂപയും കൊടുത്തിട്ടുണ്ട്, എല്ലാ പണവും കൊടുത്തിട്ടുണ്ട്, അധികം 120 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന നിലയിൽ വലിയ പ്രചരണം പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള പത്രങ്ങളിൽ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വാർത്താക്കുറിപ്പ്, ഇത് എല്ലാ രൂപയും കൊടുത്തിരിക്കുന്നു, 120 കോടി രൂപ അധികം കൊടുത്തിരിക്കുന്നു. ഇത് കേരളത്തിന് വിരുദ്ധതയല്ലേ? ഈ സത്യം എവിടെ നിൽക്കുന്നു? ഈ വാർത്ത നൽകുന്നതിൽ അതിൻ്റെ പിന്നിലെ കാരണം എന്താണ് അതിൻ്റെ പ്രചോദനം എന്താണ്? അപ്പോൾ നമ്മളിത് കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആരോഗ്യ മന്ത്രാലയം ഇപ്പോഴും അത് ഓൺ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ഒഫീഷ്യലി അങ്ങനെ ഒരു പൊസിഷനായി ഡിക്ലെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, കേരളത്തിൽ തരാനുള്ളത് ഒരു കാര്യം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തില്ല എന്ന് വെച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതല്ല, അവര് എന്താ പറയുക, മാധ്യമ പ്രവർത്തകരുമായുള്ള സംസാരത്തിൽ ഇല്ല ഇതാണ് ഞങ്ങളുടെ കണക്ക് എന്ന് പറയുകയും എന്നാൽ ഒഫീഷ്യലായി അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊരു ക്വസ്റ്റ്യനബിൾ ആയിട്ടൊരു കാര്യമാണ്, ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. ബിജെപിയുടെ, അതായത് കോൺഗ്രസിൽ നിന്ന് ബിജെപി അനിൽ ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ക്രക്സ് ഇത് തന്നെയായിരുന്നു. ഇത് അറിയാത്തവരാണോ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർ? അല്ല, നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇപ്പോ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ വിമർശനം ഉൾക്കൊള്ളുന്നു. അല്ല, സ്റ്റേറ്റിന്റെ നിലപാട് വളരെ ക്ലിയർ ആണ് അഭിലാഷ്. അതായത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും 25,600 ആശമാർ ഫീൽഡിലുള്ളതെന്ന് സംസ്ഥാന സർക്കാർ വിശ്വാസമുള്ളത്. ഞാൻ അപ്പോൾ വനിതാ ദിനത്തിൽ മന്ത്രിക്ക് ആശാ വർക്കർമാരോട് പറയാനുള്ള ഒരു 1 ലൈൻ എന്താ? ആശാ പ്രവർത്തകരോട് എനിക്ക് ഈ ദിവസം പറയാനുള്ളൊരു കാര്യം, ഇത്രയും നാൾ സർക്കാർ തുറന്നു കൊടുത്തൊരു നിലപാടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആശമാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, ആശമാർക്ക് നൽകുന്ന വേതനവുമായി ബന്ധപ്പെട്ട്, ഇനി അവർക്ക് നൽകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് അതിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാം. അത് വളരെ ചുരുക്കം ആശമാർ, എൻ്റെ കൂടെ ആശമാരുണ്ട് ഇപ്പോൾ, എൻ്റെ കൂടെ ആശമാർ പങ്കെടുക്കുന്നുണ്ട്, സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഈ ആശാ വർക്കർമാരുടെ സമരം കവർ ചെയ്യാൻ പോയപ്പോൾ അവിടെ ആശാ പ്രവർത്തകരായ ആളുകളോട് സംസാരിച്ചു. അവരെല്ലാവരും SUCIക്കാരല്ല, അവരുടെ നേതൃത്വത്തിൽ മാത്രമേ ഉള്ളൂ ആ യൂണിയൻ അംഗത്വമൊക്കെ. 1-2 പേര് സംസാരിച്ച് ഞങ്ങൾ CPM-ന് വേണ്ടി പണിയെടുത്തിട്ടുള്ള ആളുകളാണ്, ഗ്രാസ് റൂട്ട് ലെവലിൽ CPM-ന്റെ വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അവർ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരാൾക്ക് മകൻ ഫോൺ വിളിക്കുകയാണ്, ഇവിടെ ടൂർ പോകാനോ മറ്റോ പൈസ വേണം, അപ്പോൾ 3ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തിട്ടില്ല അതിന് മുമ്പ്, അപ്പം മോനെ പൈസ ഉടനെ വരുമായിരിക്കും തരാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റജിയിൽ വളരെ താഴെ നിൽക്കുന്ന ഒരുപാട് ആവശ്യങ്ങളുള്ള മനുഷ്യരാണ്. അപ്പോൾ നമ്മളുടെ രാഷ്ട്രീയ ബന്ധം എന്തായാലും അപ്പോൾ ആ നിലയ്ക്ക് അവരെ അഡ്രസ്സ് ചെയ്യേണ്ടത്. നമ്മളിതുപോലെ വലിയ ജീവിത ചെലവുള്ള ഒരു സംസ്ഥാനത്ത് അല്ല, ആ നിലയിൽ തന്നെയാണ് സർക്കാർ അവരെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ക്യാൻസർ സ്ക്രീനിങ് ഇതിപ്പോൾ വനിതാ ദിനം കൂടിയാണ്, ഫെബ്രുവരി 4 തുടങ്ങി ഈ 1 മാസം മാത്രമേ ആവുന്നുള്ളൂ, ഇനി 11 മാസമുണ്ട് നമുക്ക്. ഈ കാലയളവിൽ നമ്മൾ ആദ്യം സ്ത്രീകളെ ഇതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു. ആശമാരെ നമ്മൾ പ്രത്യേകമായിട്ട് ഈ സ്ക്രീനിങ്ങിന് വിധേയരാക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. അവർക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. അംഗനവാടി പ്രവർത്തകരെ ഇതിലേക്ക് സ്ക്രീനിങ്ങിന് വിധേയരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ഒരു പ്രത്യേക ഇഷ്യൂവിൻ്റെ ഒരു വിഷയമല്ല. ഉന്നയിക്കുന്ന വിഷയത്തിലും സർക്കാരിൻ്റെ നിലപാട് ഇനിയും കൂട്ടിക്കൊടുക്കണം എന്ന് തന്നെയാണ്, അതിൽ ഒരു സംശയം വേണ്ട. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് സർക്കാർ വളരെ കൺസേൺ ഉള്ള സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഈ കേന്ദ്ര സ്കീമിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അർഹമായിട്ടുള്ള തൊഴിൽ പരിഗണനകൾ നൽകണം എന്നുള്ള നിലപാട് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ. അടുത്തത് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ്, സർക്കാരിൻ്റെ അവസാനത്തെ ഒരു ഫുൾ ഇയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ ഈ സ്കീം വർക്കേഴ്സിൻ്റെ വിഷയം പല പ്രതിനിധികൾ ഉന്നയിക്കുകയുണ്ടായി, ആശമാരുടെ മാത്രമല്ല അംഗൻവാടി വർക്കേഴ്സിൻ്റെ അടക്കം. അപ്പോൾ ഇത് കൃത്യമായ നിലയിൽ പരിഹരിച്ചില്ലെങ്കിൽ അത് രാഷ്ട്രീയമായ തിരിച്ചടിയാണെന്നുള്ളൊരു രാഷ്ട്രീയമായ ബോധ്യം CPM-ന് ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുമോ, പക്ഷെ നടക്കില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ വ്യക്തമായിട്ടുള്ള BJP എന്താണ് കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? BJPക്ക് ഈ സമരവുമായിട്ട് ഇവിടെ കേന്ദ്രമന്ത്രിയൊക്കെ വന്നല്ലോ, എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റുകയും കഴിഞ്ഞ 19 വർഷമായിട്ട് കഴിഞ്ഞ 19 വർഷമായിട്ട് അവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാത്തത് അവർക്ക് വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് പറയാം. അതിലെന്തെങ്കിലും 1% ആത്മാർത്ഥത ഉണ്ടെങ്കിൽ
കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായില്ലേ ആശമാർ പ്രവർത്തിക്കുന്നു. അവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ കേന്ദ്രം മാത്രമല്ലല്ലോ വർദ്ധിപ്പിക്കുന്നത്, സംസ്ഥാന സർക്കാർ കൂടിയല്ലേ. അപ്പോൾ അതിൽ വർദ്ധിപ്പിക്കണം എന്നുള്ള നിലപാടും വിമൻ വോളണ്ടിയർ എന്നുള്ളതിൽ അവരെ മാറ്റണം എന്നുള്ള നിലപാടും സ്റ്റേറ്റ് അതിൽ എടുക്കുന്നു. അതിൽ BJPക്ക് ഒരു തരുമ്പെങ്കിലും 1% ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതാദ്യം ചെയ്യണം എന്നുള്ളതാണ്. ഗുജറാത്തിൽ എത്ര കൊടുക്കുന്നത്? ഇവിടെ എങ്ങനെയാണ് ഇവർക്ക് വന്ന് സംസാരിക്കാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ്? എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് അവർ വന്ന് സംസാരിക്കുന്നത്? UDFന് എന്ത് ധാർമ്മികതയാണ് അതിലുള്ളത്? അവരെങ്ങനെയാണ് അവരുടെ കാലഘട്ടത്തിൽ ആശാപ്രവർത്തകരെ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണ്? അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമേ ആശമാരാണെങ്കിലും അങ്കണവാടി പ്രവർത്തകരാണെങ്കിലും അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ ഒരു സംശയമില്ല. ഞാൻ ഇതിനെ അങ്ങനെ അല്ല എന്ന് പറയാൻ ഒരു പാസ്റ്റിൽ മുൻപൊരു എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ആശമാരുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും UDF ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ? അവര് ഭരണത്തിന് പുറത്താണ്. അല്ല, അവര് ഭരിച്ച 5 വർഷത്തെ കാര്യം ഞാൻ പറയുന്നത്. അവർ 5 വർഷം കേരളം ഭരിച്ചപ്പോൾ ആദ്യത്തെ 3 വർഷം, ഞാൻ രണ്ടാമത്തെ, അതായത് ആശാ സ്കീം കേന്ദ്രത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ അന്ന് UDF ആണ് ഉള്ളത്. പിന്നെ 2006 ഇടതുപക്ഷ സർക്കാർ വന്നു. പിന്നെ വീണ്ടും ആ സർക്കാർ പോയി. 2011 ശേഷം വീണ്ടും കേരളത്തിൽ UDF അധികാരത്തിലെത്തുമ്പോൾ കേന്ദ്രത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ്. ആദ്യത്തെ 3 വർഷം ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു? അപ്പൊ അതുകൊണ്ട് ആശമാരുടെ കാര്യത്തിൽ, അങ്കണവാടി പ്രവർത്തകരുടെ കാര്യത്തിലും അതിൽ ആത്മാർത്ഥമായി പറയുന്നത് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക ഇടതുപക്ഷത്തിന് മാത്രമാണ്. ഇപ്പോൾ CITU അവരുടെ സമരവുമായി മുന്നോട്ട് പോകുന്നതും ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ സമ്മേളനം കഴിയുമ്പോൾ മന്ത്രി അതുപോലെ സർക്കാരൊക്കെ കോൺഫിഡൻസിലാണ്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിൽ മന്ത്രിമാർ പരാജയപ്പെടുന്നു എന്നൊക്കെയാണ് പ്രതിനിധികൾ പറയുന്നത്. അതെ, ഇത് നിങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന വാർത്തയല്ലേ? നിങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു, നിങ്ങളൊക്കെ തന്നെ പറയുന്നു. ഞാൻ അതിനോട് എന്ത് പ്രതികരിക്കാനാണ്? ഒപ്പം ഒരു വനിതാ നേതാവ് എന്നുള്ള നിലയിൽ വനിതകളുടെ പാർട്ടിസിപ്പേഷൻ ഇത്ര മതിയോ എന്നുള്ള ചോദ്യം. ഇപ്പോൾ 486 പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ 75 പേരെ സ്ത്രീകളുള്ളൂ. മന്ത്രിസഭയിലും നമുക്ക് ശതമാന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്. ഇത്രയൊക്കെ മതിയോ സ്ത്രീകൾ? അല്ല, പാർട്ടിക്ക് കൃത്യമായ നിലപാടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ നമുക്ക് താഴെ തട്ടിലേക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ എത്രയോ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ച് സെക്രട്ടറിമാർ, ലോക്കൽ സെക്രട്ടറിമാർ, ഏരിയ സെക്രട്ടറിമാരൊക്കെ. അതെ, അപ്പൊ കൂടുതലായിട്ട് ആളുകൾ വരട്ടെ. ലോക്കൽ കമ്മിറ്റിയിൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞു. അതായത് അങ്ങനെ ഒരു നിശ്ചിതമായി എത്ര പേരുണ്ടാകുന്നോ അങ്ങനെ ഉണ്ടാകട്ടെ, പക്ഷെ ഇല്ലാത്ത ഇടങ്ങളിൽ നിർബന്ധമായിട്ട് ഒരാളെങ്കിലും ഉണ്ടാകണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ താഴെത്തട്ടിൽ നിന്ന് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഇതിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ ഉള്ളത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രതിനിധി ഇന്നലെ വിമർശിച്ചത്. ഇതും സൃഷ്ടിയാണല്ലോ. ഇങ്ങനെയുള്ള സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകളോട് ഞാൻ എന്ത് പ്രതികരിക്കാനാണ്? അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നല്ല നിലപാടുണ്ട്, കൃത്യമായ നിലപാടുണ്ട്. അതിൽ നമ്മൾ കാണണം, അടുത്തൊരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇത് വലിയ രീതിയിൽ വർധന ഉണ്ടാകും. അതിന്റെ പ്രവർത്തനം പാർട്ടി താഴെത്തട്ടിൽ ചെയ്യുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അഭിലാഷ്. ശരി.